ദൈവം നമ്മളിൽ നോക്കുന്നത് അല്ലെങ്കിൽ ഇതാ നമ്മളുടെ എത്ര കാലം ഇവിടെ ജീവിച്ചെന്നല്ല, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് നമ്മളിലൂടെ ചെയ്യാൻ കഴിഞ്ഞ നമ്മളുടെ ഡൊണേഷൻ എന്താണെന്ന് നോക്കുന്നത്. ഞാൻ കുറേ നാൾ ജീവിച്ചു, ഞാൻ 100 വർഷം ജീവിച്ചു, എന്നാ പ്രയോജനം? കിൻഡൽ കണക്കിന് അരിയും ഗോതമ്പും തീർന്നു അല്ലേ? അത്രയല്ലേ ഉള്ളൂ അല്ലേ? വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. പക്ഷെ പൗലോസ് കുറച്ച് നാൾ ഇവിടെ ജീവിച്ചു. എന്തായിരുന്നു പ്രയോജനം? തന്റെ ജീവിതത്തിലെ ഡൊണേഷൻ നോക്കി. പുതിയ ഉടമ്പടി പുസ്തകത്തിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത്. അതിൽ ഏകദേശം 14 പുസ്തകങ്ങൾ, ഒരു പുസ്തകത്തിന് ഡൗട്ടുണ്ട്, എബ്രായ ലേഖനം. 14 പുസ്തകങ്ങൾ വിശുദ്ധ പൗലോസിന്റെ പേരിലാണ്, പകുതിയിലധികവും. തന്റെ ജീവിതത്തിലെ ഡൊണേഷൻ നോക്കി. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതവും, നമ്മുടെ ജീവിതത്തിന്റെ ഡൊണേഷൻ. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഡൊണേഷൻ നോക്കി. തന്റെ ഇഷ്ടത്തെ തിരസ്കരിച്ചുകൊണ്ട്, ത്യജിച്ചുകൊണ്ട്, പിതാവേ എങ്കിലും അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ കാൽവരി ക്രൂശിലേക്ക് യാഗമായതുകൊണ്ട് നമ്മളെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, പുതിയ സൃഷ്ടികളായി. ഡൊണേഷൻ നോക്കിയേ മക്കളെ, അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ. നമ്മുടെ ജീവിതത്തിലെ ഡൊണേഷൻ എന്താ? പലരും പറയുന്നത്, പാസ്റ്റർ ഞാനൊരു ഡോണർ അല്ല, ഞാനൊരു കൺസ്യൂമറാന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ടേക്കൊന്നും കൊടുക്കില്ല, ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ. ഞാൻ തിന്ന് ഞാൻ തീർക്കുകയാണ്. അല്ലെ മക്കളെ, ദൈവമക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ നോക്കിയേ. യേശു വന്നപ്പോൾ മുതൽ ഈ തൻ്റെ ജീവിതം മുഴുവൻ നോക്കുമ്പോൾ താൻ കൊടുക്കുക. ജനത്തിന് പ്രധാനമായും കൊടുത്തത് ദൈവത്തിൻ്റെ സന്ദേശം എന്തെന്ന് കൊടുത്തു. ഇതാണ് യേശു പറയുന്നത്, പിതാവേ അങ്ങ് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവം തന്ന വചനം എന്തെങ്കിലും കയ്യിലുണ്ടോ കൊടുക്കാൻ? യേശു രോഗസൗഖ്യം കൊടുത്തു. യേശു ഇതാ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു. യേശു നമുക്ക് പാപക്ഷമ തന്നു. അവസാനത്തുള്ള രക്തം വരെ തന്നു. നോക്കിയൊക്കെ തരികയാ. തന്നു. അവസാനം ക്രൂസിലേക്ക് പോകുമ്പോൾ കുറച്ച് വസ്ത്രം ഉണ്ടായിരുന്നു, അതും ഊരിയെടുത്തപ്പോൾ കൊടുത്തു, അതും കൊടുത്തു, എല്ലാം കൊടുത്തു. അവസാനം ഇവർ ചെയ്തത്, അടിച്ചതും ഇടിച്ചതും ആണി അടിച്ചതും കുത്തുവാക്ക് പറഞ്ഞതും എല്ലാം ക്രൂശിൽ വെച്ച് പിതാവോട് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, forgiveness. എന്തായിരുന്നു ആ ജീവിതം? നോക്കിയേ. ഗീവ് ആൻഡ് forgive. ഇതാ ദൈവമക്കളുടെ ജീവിതം. കൊടുക്കുക, സ്നേഹം കൊടുക്കുക, നന്മ കൊടുക്കുക. അവർ പറയുന്ന കുത്തുവാക്ക്, തിന്മകളും എല്ലാം ക്ഷമിക്കുക. ഇതാണ് ദൈവമക്കൾ. ഈ യേശുവിനെ പോലെ നമ്മളുമായി തീരണം. അതിനായിത്തീരാൻ വേണ്ടി നിൽക്കേണ്ട, അകത്തുനിന്ന് വളർന്നാൽ മതി, ഓട്ടോമാറ്റിക് ആയിക്കോളും. പക്ഷെ അകത്തുനിന്ന് വളരുന്നില്ല, ഇത് അഭിനയമാണ്. പഴയ മനുഷ്യനെ അങ്ങനെ ആക്കിയെടുക്കുകയാണ്, ന്യായപ്രമാണം പോലെ. യഥാർത്ഥത്തിൽ വളർന്നാൽ മതി. ആ സ്ട്രക്ചർ സഭയ്ക്ക് അറിയില്ല. വളർന്നാൽ മതി, നീ ഓട്ടോമാറ്റിക്. അതായത് ഒരു പ്രിയോരുമാവ് മാങ്ങാണ്ടിയിൽ നിന്ന് ഉണ്ടായാൽ അതിന് പ്രിയോരുമാങ്ങ അതിൽ കെട്ടിത്തൂക്കാൻ പോകണ്ട, അത് തന്നെത്താനെ പ്രിയോരുമാങ്ങ ഉണ്ടായിക്കോളും. ഒരു ദൈവത്തിന്റെ സ്വഭാവം ഇതാണ്, ഗീവ് ആൻഡ് forgive. എന്നാൽ ഒരു മനുഷ്യപുത്രന്റെ സ്വഭാവം റിസീവ്. വന്നപ്പോൾ മുതൽ എന്നാ ചെയ്യണേ? ജനിച്ച് വീണ പോലെ കരയാൻ തുടങ്ങി ഇല്ലേ? അമ്മയുടെ ആ വീഴ്ചയിൽ മുതൽ കരയാൻ തുടങ്ങി ഇല്ലേ? അപ്പൊ അമ്മ ഓടും. എന്തിനാ? അവന് കൊടുക്കാൻ, അവക്ക് കൊടുക്കാനാ കരയണേ. റിസീവ്. എന്നിട്ട് തിന്ന്. ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? ദൈവം ഒരു അപ്പനും അമ്മയിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൻ അമ്മ മുഖാന്തരം കൊടുത്തോണ്ടിരിക്കുക. അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും? റിസീവ് ആൻഡ് ഫൈനലി forget. തന്നവനെയും മറക്കും, തന്നവളെയും മറക്കും. അപ്പനെയും അമ്മയും ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് പോവുക.